സം ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന +1 ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഹെഡ്ലൈൻ ആയിട്ട് ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനോർഗാനിക് കോമ്പൗണ്ടുകളെ പോലെ അല്ലായിരുന്നു പണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകളെ ആളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടുകൾ ദൈവികമായിട്ടുള്ള എന്തോ ഒരു കോമ്പൗണ്ട് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഓർഗാനിക് കോമ്പൗണ്ടിലെ കൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അന്ന് വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിൽക്കുന്ന വസ്തുക്കൾ കൂടി ആയതുകൊണ്ട് ദൈവിക പരിവേഷം ആ സാധനത്തിനുണ്ടായിരുന്നു. പക്ഷേ 1815 ബെർസിലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആ വൈറ്റൽ ഫോഴ്സ് തിയറിയെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദാറ്റ് മീൻസ് ദൈവികമായിട്ടുള്ള എന്തോ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളുകൾ തമ്മിലുള്ളത് എന്ന്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അമോണിയം ക്ലോറൈഡും പൊട്ടാസ്യം സയനൈറ്റും കൂടി കമ്പൈൻ ചെയ്ത് അമോണിയം സയനൈറ്റ് ഫോം ചെയ്യിക്കുകയും അമോണിയം സയനൈറ്റിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യിക്കുകയും കൂടി ചെയ്തതോടുകൂടി യൂറിയ NH2CO NH2 ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അവിടെ തൊട്ട് ഓർഗാനിക് കെമിസ്ട്രി എന്ന ഒരു ശാസ്ത്രശാഖ ഡെവലപ്പ് ചെയ്യാണ്. കാരണം അക്കാലം അത്രയും ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഇനോർഗാനിക് കോമ്പൗണ്ടുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ധാരണ. ആ ധാരണകളെ തെറ്റിച്ചുകൊണ്ടാണ് വോളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അമോണിയം സയനേറ്റ് എന്ന് യൂറിയ പ്രൊഡ്യൂസ് ചെയ്തത്. അതോടുകൂടി ഓർഗാനിക് കോമ്പൗണ്ടുകളും ഇനോർഗാനിക് കോമ്പൗണ്ടുകളെ പോലെ തന്നെയുള്ള കോമ്പൗണ്ടുകളാണെന്നും അതിനകത്തുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും മനുഷ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണെന്നും മനസ്സിലാവുന്നത്. പിൽക്കാലത്ത് 1845 ആയപ്പോഴേക്കും കോൽബ് എന്ന സയന്റിസ്റ്റ് അസറ്റിക് ആസിഡ് ഡെവലപ്പ് ചെയ്തു. 1856 ആയപ്പോഴേക്കും ബാത്ലറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് മീത്തൈനും പ്രൊഡ്യൂസ് ചെയ്തു. അതോടുകൂടി ഓർഗാനിക് കെമിസ്ട്രി മനുഷ്യന്റെ കൈകളിൽ ഒതുങ്ങുന്ന നമുക്ക് പഠിക്കാൻ പറ്റുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ തന്നെയാണെന്ന് മനസ്സിലായി. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ഇനി നോക്കുക, ടെട്രാവാലൻസ് ഓഫ് കാർബൺ എന്നുള്ളതാണ് ടെക്സ്റ്റിൽ സംസാരിക്കുന്നത്. ഇത്രയാണ്. ഓർഗാനിക് കോമ്പൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കാർബണിന്റെ കോമ്പൗണ്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുക. കാർബണിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ ഏകദേശം 118ഓളം എലമെന്റുകൾ പ്രസന്റാണ്. പക്ഷേ ആ 118 എലമെന്റുകൾ എല്ലാവരും കൂടി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കോമ്പൗണ്ടുകൾ കാർബൺ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് വിത്ത് കാർബൺ ആണ്, കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ആ കാർബൺ കോമ്പൗണ്ട്സ് ഇത്രയധികം ഉണ്ടാവാനുള്ള കാരണത്തിലേക്ക് പോകുമ്പോൾ അതിലെ ചെറിയൊരു പോയിന്റാണ് ടെട്രാ വാലൻസ് ഓഫ് കാർബൺ. നമുക്കറിയാം കാർബണിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 6 2 ആദ്യത്തെ ഷെല്ലിലും 4 പുറത്തെ ഷെല്ലിലും. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. ആ 4 ഇലക്ട്രോണുകളാണ് അത് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓക്കെ, ഈ കാർബൺ ഉണ്ട്, അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഈ 4 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് CH4 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലും 4 ഇലക്ട്രോണുകൾ ഉണ്ട്. 2 ഹൈഡ്രജനുമായിട്ടും 2 കാർബണുമായിട്ടാണ് അത് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഹിയർ ഓൾസോ ഇതിന്റെ കേസിൽ ഈ കാർബണിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ട്. 1 ഹൈഡ്രജനുമായിട്ടും ബാക്കി 3 കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ നോക്കണേ. ഈ കാർബൺ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് വരികയാണെങ്കിൽ, കാർബൺ സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്തതെങ്കിൽ അവിടെയുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ sp2 ആയിരിക്കും. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണേ. കാർബൺ ഇത്രയധികം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 3-4 പോയിന്റുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ആണ് കാർബണിൻ്റെ സ്പെസിഫിക് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ. രണ്ടാമത്തത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോണുകളുടെ എണ്ണം, 4 കൊടുക്കാനും 4 വാങ്ങാനുമുള്ള കപ്പാസിറ്റി. 3 അതിൻ്റെ സൈസാണ്, ഒരു സ്പെസിഫിക് സൈസാണ് വരുന്നത്. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് കാർബൺ ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. പിന്നെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാം, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാം, ഡബിൾ ബോണ്ട് ഉണ്ടാക്കാം. പിന്നെ കാറ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൂടി അത് കാണിക്കാറുണ്ട്, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. കാർബൺ 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 ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി. ഇതെല്ലാം കൂടിയാണ് കാർബൺ ഇത്ര അധികം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കാരണം. അതിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ, സിംഗിൾ ബോണ്ട് വരുമ്പോൾ sp3, ഡബിൾ ബോണ്ട് വരുമ്പോൾ sp2, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ sp ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്. ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് അവിടെ നോക്കണേ. ഈ sp3 ഹൈബ്രിഡൈസേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസും 3 പിയും, അതിൻ്റെ 100%-ൽ 25%-ഉം ആരുടേതായിരിക്കും? എസിൻ്റെതായിരിക്കും. 25% പി, 25% പി, 25% പി. ഇവിടെ നോക്ക്, 33.33% എസ്, 33.33% പി, 33.33% പി. ഈ ഫോമാറ്റിലല്ലേ വരുന്നത്. ഇവിടെ കോൺട്രിബ്യൂഷൻ നോക്ക്, 50% എസും 50% പിയും. ഇനി നോക്ക്, എസ് 25% ഉണ്ടാവും, എസ് ക്യാരക്ടർ 33%, ഇവിടെ എസ് ക്യാരക്ടർ 50% ആണ് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 യാഥാർത്ഥ്യങ്ങൾ നോക്കണേ. എസ് ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നോക്ക്, ന്യൂക്ലിയസ് കെ, എൽ, എം, എൻ എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. കെയിൽ ഒരു എസ് ഉണ്ടാവും, എല്ലിൽ എസും പിയും, അടുത്തതിൽ എസ് പി ഡി, അടുത്തത് എസ് പി ഡി എഫ്, ഇങ്ങനെയല്ലേ പോകുന്നത്. ഏത് ഷെല്ലിലാണെങ്കിൽ എസ് ക്യാരക്ടർ കൂടുന്ന എസ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക. എസ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരിക. ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരിക പറഞ്ഞാൽ സൈസ് കുറയുക. സൈസ് കുറയുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുക പറഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് അസിഡിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് വൺ ഷോസ് ഹൈയസ്റ്റ് അസിഡിക് ക്യാരക്ടർ? അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയും, sp ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലുള്ള കാർബണാണ് ഹൈയസ്റ്റ് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള ഹൈഡ്രജനാണ് അസിഡിക് ഹൈഡ്രജനായിട്ട് ആക്ട് ചെയ്യുക. കാരണം sp ഹൈബ്രിഡൈസേഷനിൽ എസ് ക്യാരക്ടർ 50% ഉണ്ട്, സൈസ് കുറയും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, അസിഡിറ്റി കൂടും. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? ദെൻ സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പൈ ബോണ്ട് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പൈ ബോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. കാർബൺ 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 സിംഗിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൽ പൈ ബോണ്ടുകളുടെ മൾട്ടിപ്പിൾ ബോണ്ട് വരുമ്പോൾ സിഗ്മ ബോണ്ടിന് അഡീഷണൽ ആയിട്ടല്ലേ പൈ ബോണ്ട് വരുന്നത്. ആ പൈ ബോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് സംസാരിക്കുന്നത്. നോക്ക്, ഇതിലൊരു സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഇതിലൊരു സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്, ഇതിലൊരു സിഗ്മ ഉണ്ട്, ബാക്കി 2 പൈ. സിഗ്മ ബോണ്ടിന് അഡീഷണൽ ആയി വരുന്നതൊക്കെ പൈ ബോണ്ട് ആയിരിക്കും. ഇനി അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. പൈ ബോണ്ട് പ്രൊവൈഡ് റിയാക്റ്റീവ് സെന്റേഴ്സ് ഇൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോണ്ട്. ദാറ്റ് മീൻസ് സിമ്പിൾ ആണ്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച്നെസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുമ്പോൾ അത് ഇലക്ട്രോൺ റിച്ച്നെസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന ആള് അവിടേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. ദാറ്റ് മീൻസ് അത് റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതൊരു റിയാക്ഷൻ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇത് ഡബിൾ ബോണ്ട് ഉണ്ട്, ഇത് രണ്ടും കൺസിഡർ ചെയ്യാം. ഇത് ഈ പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ട്രാ ഇലക്ട്രോണുകളുടെ പ്രസൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന, ഇലക്ട്രോൺ കുറവുള്ള ആള് ഇവിടേക്കാണോ വരിക, ഇവിടേക്കാണോ വരിക? ഇവിടേക്കല്ലേ വരിക, കാരണം ഇലക്ട്രോൺ റിച്ച് ആയ ഇടത്തേക്കല്ലേ വരിക. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയ ആ സാധനം ഒരു റിയാക്റ്റീവ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇലക്ട്രോഫൈലുകളെ അത് സ്വീകരിക്കും. പൈ ബോണ്ട് പ്രൊവൈഡ് റിയാക്റ്റീവ് സെന്റേഴ്സ് ഇൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോണ്ട്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത പോയിന്റ്, ഇൻ പൈ ബോണ്ട് ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ ലൊക്കേറ്റഡ്. പൈ ബോണ്ടിൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ ലൊക്കേറ്റഡ് എബോവ് ആൻഡ് ബിലോ. നമുക്ക് എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ബോണ്ടിങ് ആറ്റം. ബോണ്ടിങ് ആറ്റത്തിന്റെ മുകളിലും ബോണ്ടിങ് ആറ്റത്തിന്റെ താഴെ, എബോവ് ആൻഡ് ബിലോ പ്ലെയിനിൽ. ദെർഫോർ ദ ഇലക്ട്രോൺസ് ആർ ഈസിലി അവൈലബിൾ ഫോർ അറ്റാക്കിംഗ് റീജിയൻ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഈസിലി അവൈലബിൾ ആണ് അറ്റാക്കിംഗ് ഗ്രൂപ്പിന് അഥവാ ഇലക്ട്രോഫൈലുകൾക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇലക്ട്രോഫൈലിന് പൈ ബോണ്ടുകളിൽ എന്തുകൊണ്ടാണ് ഈസിലി അറ്റാക്കബിൾ ആയിട്ടുള്ളത്? കാരണം
പ്ലെയിൻ്റെ എബോവ് ആൻഡ് ബിലോ ആണ് ഇലക്ട്രോൺ ക്ലൗഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ഇൻ പൈബോൺ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ ലൊക്കേറ്റഡ് എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ദ ബോണ്ടിങ് ആറ്റം, therefore the electrons are easily available for attacking എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കേസ്, സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സം ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഇങ്ങനെ പറയാം. അപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അതുമായി യാതൊരു ബന്ധമില്ലാത്ത അടുത്ത പോയിന്റ്, അതുമായി യാതൊരു ബന്ധമില്ലാത്ത അടുത്ത പോയിന്റ്, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഒരു 3-4 പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്. ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ റിയാക്ഷനും പ്രോപ്പർട്ടീസും യൂസസും കൂടി വരുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ നോക്കണേ. ഇതിനെ നമ്മൾ കാർബൺ ഹൈഡ്രജൻ കംപ്ലീറ്റ് ബോണ്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്നാണ് വിളിക്കാറുള്ളത്. എന്താ വിളിക്കാറുള്ളത്? കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. എന്ന പഠനം എളുപ്പമാക്കാൻ വേണ്ടി ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ടു സ്റ്റഡി CH3 എന്ന് എഴുതാറുണ്ട്. ദാറ്റ് മീൻസ് കാർബണും തമ്മിലുള്ള ബോണ്ട് മാത്രം എക്സ്പ്രസ് ചെയ്യുകയും കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇതിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് കാർബൺ ബോണ്ട് എക്സ്പ്രസ് ചെയ്യും, കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ നോക്ക്, സിഗ്സാഗ് ലൈൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു കാർബൺ ആണ്, ഇതൊരു കാർബൺ ആണ്, ഇതൊരു കാർബൺ ആണ്, ഇതൊരു കാർബൺ ആണ്. ഇതൊക്കെ എഴുതുന്നത് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് സ്റ്റഡിയാണ്, പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി എഴുതി ഉണ്ടാക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി അടുത്ത കേസ്, CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് സിഗ്സാഗ് ആയിട്ടാണ് കൊടുക്കുക, വെദർ ഇറ്റ് ഈസ് ഡബിൾ ബോണ്ട് ഓർ സിംഗിൾ ബോണ്ട്. പക്ഷെ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ലീനിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നോക്ക്, ഇതൊരു സിംഗിൾ ബോണ്ട്, അതിന് ലീനിയർ ആയിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ദെൻ 3D റെപ്രസെൻറ്റേഷൻ. ഒരു മോളിക്യൂളിനെ 3 ഡയമെൻഷനലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH4 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്. CH4 എക്സാക്ട് ടെട്രാഹിഡ്രൽ ഷേപ്പിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ബോർഡ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ പ്ലെയിനാണ്. അപ്പോൾ ആ പ്ലെയിനിലാണ് ഞാനിത് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടുവേർഡ്സ് ദ ഒബ്സർവറും എവേ ഫ്രം ദ ഒബ്സർവറും, പ്ലെയിനിൽ ഇവിടെ നിൽക്കാം ഒന്നൂടെ, പിന്നെ ഒന്ന് ഫ്രണ്ടിലേക്കും വരാം, ഒന്ന് ബാക്കിലേക്കും വരാം. അപ്പോൾ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത്. നോക്ക്, അതിങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം ടെട്രാഹിഡ്രൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ 109 ഡിഗ്രി 28 മിനിറ്റാ ഒരു ആംഗിള്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് 3 ഡയമെൻഷനലി നോക്കുക. ഇത് എവേ ഫ്രം ദ ഒബ്സർവറാ, ഇത് ബോർഡിന്റെ പ്ലെയിൻ ആണ്, ഇത് ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ്. ഈ തിക്ക് വെഡ്ജില്ലേ, അത് ടുവേർഡ്സ് ഒബ്സർവർ. ശ്രദ്ധിക്കണേ, എവേ ഫ്രം ദ ഒബ്സർവർ, തിക്ക് വെഡ്ജ് ടുവേർഡ്സ് ദ ഒബ്സർവർ. കാര്യം സിമ്പിളാണ്. ഒരു മോളിക്യൂളിനെ 3 ഡയമെൻഷനലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ വെഡ്ജ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഈ സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഈ 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് ഉള്ളത്. അതിൽ ഡാഷ്ഡ് വെഡ്ജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എവേ ഫ്രം ദ ഒബ്സർവർ ആണ്. ഇതാണ് പ്ലെയിൻ എങ്കിൽ എവേ ഫ്രം ദ ഒബ്സർവർ. ഇനി ഈ തിക്ക് വെഡ്ജാണ് യൂസ് ചെയ്യുമെങ്കിൽ ടുവേർഡ്സ് ഒബ്സർവർ, ആ ഒബ്സർവറുടെ അടുത്തേക്കാണ് ആ സാധനം നിൽക്കുന്നത്. ഈ ഫോർമാറ്റിലാണ് നമ്മൾ 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ക്ലിയർ? ദെൻ അടുത്തത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യാൻ പോവാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ചാപ്റ്റർ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടല്ല, ചെറിയ ചെറിയ പോയിന്റുകൾ ഇങ്ങനെ പഠിച്ചു വെക്കുകയാണ്. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അടുത്ത് നമ്മൾ സംസാരിച്ചു തുടങ്ങുക. അതുവരെ ചെറിയ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, പൈ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, ടെട്രാവാലൻസ് ഓഫ് കാർബണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ ജസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലൊന്ന് സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ, രണ്ടാമത്തത് അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ ഓർ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ക്ലിയർ? അതിൽ സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ദാ നോക്ക്, CH2 ഒരു റിംഗ് ഫോർമാറ്റിൽ വരുന്നത്. ഇത് ഓപ്പൺ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായി, ഓപ്പൺ ചെയിൻ ഫോർമാറ്റായി. ഇനി ഈ സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്ത് ഹോമോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക്.
ഈ റിങ് ഫോം ചെയ്തിട്ടുള്ളത് സെയിം ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ടാണെങ്കിൽ അതിനെയാണ് ഹോമോസൈക്ലിക് എന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ ഹോമോസൈക്ലിക്കാണ്, കാരണം ഈ റിംഗ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത് കാർബൺ വെച്ചിട്ടാണ്. അതുകൊണ്ട് ദിസ് വൺ ഈസ് കൺസിഡേർഡ് ആസ് ഹോമോസൈക്ലിക്. ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ ആ റിംഗ് ഫോം ചെയ്ത ആറ്റങ്ങൾ എല്ലാം സെയിം ആവില്ല. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് കാർബൺ ആണ്, ഇത് കാർബൺ ആണ്, ഇത് കാർബൺ ആണ്, പക്ഷെ ദിസ് വൺ ഈസ് ഓക്സിജൻ. ആ റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, റിംഗ് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആറ്റങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിൽ we can call it as heterocyclic. If it is same, we can call it as homocyclic. Clear? ഇനി അടുത്ത് വരാൻ പോകുന്നത് നോക്ക്, ആലിഫാറ്റിക്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിലൊന്ന് സാച്ചുറേറ്റഡ് ആൻഡ് അനദർ വൺ ഈസ് അൺസാച്ചുറേറ്റഡ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ്, മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസ് വരികയാണെങ്കിൽ അൺസാച്ചുറേറ്റഡ്. എന്ന് വെച്ചാൽ കാർബണിന്റെ എല്ലാ വാലൻസിയും ഏത് വഴി, ഹൈഡ്രജൻ വഴിയല്ല സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ടുകളുടെ പ്രസൻസിനുള്ള സാധ്യത ഉണ്ട്, പൈ ബോണ്ടുകളുടെ പ്രസൻസിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഇനി നോക്കേ, ഈ ഹോമോസൈക്ലിക്കിൽ തന്നെ ആലിസൈക്ലിക് ഉണ്ട്, അരോമാറ്റിക് ഉണ്ട്. അരോമാറ്റിക് തന്നെ എക്സ്ട്രാ സ്റ്റേബിൾ കോമ്പൗണ്ട് എന്നാണ്, സ്മെല്ലുള്ള എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്നാണ് അർത്ഥം. ഇനി അരോമാറ്റിക് കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബെൻസനോയിഡ് ആൻഡ് നോൺ ബെൻസനോയിഡ്. ബെൻസിൻ റിംഗ് ഉള്ളതും ബെൻസിൻ റിംഗ് ഇല്ലാത്തതും. ബെൻസിൻ റിംഗ് ഉള്ളത് ബെൻസിൻ, നാഫ്തലിൻ, ആന്ത്രസിൻ, ഫിനാൻദ്രീൻ, കോഡീൻ, ഇങ്ങനെ പോകുന്നുണ്ട് അത്. അതേ സമയത്ത് നോൺ ബെൻസനോയിഡ് തയോഫീൻ, ഇത് തയോഫീൻ ആണ്. നോക്ക്, ഇത് ഹെട്രോസൈക്ലിക്കുമാണ്. എന്ന് വെച്ചാൽ ബെൻസീൻ റിങ്ങിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടി ഈ സാധനം എന്തായിട്ട് നിൽക്കുന്നുണ്ട്, അരോമാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് അരോമാറ്റിക്, എന്താണ് നോൺ അരോമാറ്റിക്, എന്താണ് ആൻറ്റി അരോമാറ്റിക്. ഈ സാധനമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ ചെറിയൊരു ഐഡിയക്ക് വേണ്ടിയിട്ട്. ഇവിടുന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ്, ഇവിടുന്നാണ് സത്യത്തിൽ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞത് എന്താണെന്നറിയോ, ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത പാർട്ടിൽ ഏറ്റവും നന്നായിട്ട് ഈ ടൂളുകളെല്ലാം ഉപയോഗിച്ച് ഓർഗാനിക് കെമിസ്ട്രിയെ എക്സ്പ്ലെയിൻ ചെയ്യും.